അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റിയാദിലെ ബോളിവുഡ് വേൾഡ് വരെ ഒന്ന് പോയാലോ? ഇവിടെ ബോളിവുഡ് വേൾഡിലും അതുപോലെ തന്നെ ബോളിവുഡ് സിറ്റിയിലും പിന്നെ റിയാദ് സീസണിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പല ഇവൻറ്റ്സിലും നമുക്ക് ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വി ബുക്ക് ആപ്പിൽ പെട്ടെന്ന് നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാവരും എടുത്തു വെക്കണമായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കയറുന്നത് സൗദിയുടെ പവലിയനിലേക്കാണ്. അപ്പോൾ നല്ല ട്രഡീഷണലായിട്ട് പഴയ ഒരു രീതിയിലുള്ള സൗദിയൊക്കെ അവിടെ കാണാൻ പറ്റും. ഇവിടെ റിയാദ് എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നും ഹെയിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നതൊക്കെ ഉള്ളത് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വീൽ ചെയറും അതുപോലെ സ്ട്രോളർ ഫ്രണ്ട്ലിയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളെയും പ്രായമുള്ളവരൊക്കെ കൊണ്ടുപോകാനും പറ്റും, അവർക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാം കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. സൗദിയുടെ പവലിയനൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഇറങ്ങുന്നത് ചൈനയിലേക്കാണ്. എന്ത് പെട്ടെന്നാലും ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇതേ ഈ കാണുന്നതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ആയിട്ടുള്ള മാൻമെയ്ഡ് ലേക്ക് കേട്ടോ. ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇപ്പോൾ ഇതേ ചൈനയിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ആകാംക്ഷയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, കുട്ടികളുടെ ടോയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ തോന്നുന്നുണ്ട്. വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ ചൈനീസ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണവർക്ക് അതും ഉണ്ട് കേട്ടോ. അത് സൗദിയുടെ പവലിയനിൽ അതും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗോവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ നടന്ന് പിന്നെ ഇവിടെ സ്പെയിൻ ഉണ്ട്, ഗ്രീസ്, അതുപോലെ തന്നെ US, മെക്സിക്കോ, ഇറാൻ, ഗ്രീസ്, ഇറ്റലി, ഒരുപാട് രാജ്യങ്ങളുടെ പവലിയൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര ഭംഗിയായിട്ടാണെന്നറിയാം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഭയങ്കര നീറ്റാണ്. ഒരു ഏരിയ പോലും നമുക്ക് വേസ്റ്റ് ഉള്ളതായിട്ടോ ആൾക്കാർ അവിടെയും ഇവിടെ ഒന്നും ഒരു പേപ്പറോ പോലും ഇട്ടിട്ടില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് നീറ്റായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഭയങ്കര ക്രൗഡ് ഞങ്ങൾ ചെന്ന ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് റമദാൻ ടൈമിലായിരുന്നു. ആ സമയത്ത് ഇച്ചിരി ലേറ്റായിട്ടാണ് ക്രൗഡ് വന്നിട്ടുള്ളത്. ഞങ്ങളും നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ് കയറിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം ചില ഫെസ്റ്റീവ് സീസണിലൊക്കെ ആണെങ്കിൽ ഓഫേഴ്സ് ഉണ്ടാവും ടിക്കറ്റിന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കോംബോ ഓഫർ ഉണ്ടാവും, ഫാമിലി ഓഫേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം കേട്ടോ. എന്തായാലും റിയാദിൽ വരുമ്പം ഇപ്പോൾ സൗദിയിലുള്ളവരാണെങ്കിലും ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഹെയിലിന് വരുന്നവരാണെങ്കിൽ കോബാറിൽ നിന്ന് വരുന്നവർക്കൊക്കെ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഇപ്പം റീസെൻ്റ്ലി ആണെങ്കിൽ എൻ്റെ കസിൻസൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ ഓർത്തത് അത് ആ ടിക്കറ്റ് എടുക്കണമായിരുന്നല്ലോ എന്നുള്ളത്. ചിലപ്പം എന്തായാലും നോക്കുമ്പോൾ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ വന്നിട്ട് ഇവിടെ കയറാണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അത് മറക്കാണ്ട് എടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയണത് കേട്ടോ. ചൈനയും മൊറോക്കോ ഒക്കെ കണ്ട് ഞങ്ങളിപ്പം ഗ്രീസിലോട്ടേക്കാണ് എത്തുന്നത്. ഗ്രീസിലെ വീഡിയോസൊക്കെ പോയിട്ടുള്ളത് ഒരുപാട് പേര് പോയിട്ടുള്ളത് ഞാൻ എപ്പോഴും യൂട്യൂബിലൊക്കെ കാണാറുണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഷോർട്സൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് രാജ്യങ്ങളൊക്കെ പോകാൻ. ഇൻഷാ അല്ലാഹ് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലെ കാണാൻ പറ്റിയപ്പം. ഇപ്പോൾ ഞാൻ ദുബായിൽ പോയ സമയത്താണെങ്കിലും ഗ്ലോബൽ വില്ലേജിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയും ഇവിടെയും കമ്പയർ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വേറെ വൈബാണ്, ഇവിടെ വേറെ വൈബാണ്. പക്ഷേ ഇവിടെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം. അത്ര ആർക്കിടെക്ചേഴ്സൊക്കെ ഇതുപോലെ നല്ല ഭംഗിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ ഈജിപ്തിലോട്ടേക്ക് കയറുകയാണ്. പിരമിഡ്സും കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും വരുമ്പോൾ
എനിക്കിപ്പോൾ പറഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. കാണുമ്പോൾ അത് എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വരണം കേട്ടോ ഇവിടെ. ഇതുപോലെയുള്ള ഈവൻറ്റ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല രാജ്യങ്ങളുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസും പിന്നെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. എത്ര ഭംഗിയിലാണ് അതെല്ലാം അവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഭയങ്കര നീറ്റായിട്ട്. ഇവിടെ ഈ ഒരുപാട് രാജ്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ കുറേ ബേർഡ്സും ആനിമൽസിനെയും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന കുറേ റൈഡ്സും കാര്യങ്ങളും, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും കേട്ടോ. അതുപോലെ കുറേ അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ കോക്കോമലൻ, അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ അവിടെ കയറി കഴിഞ്ഞാൽ. അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. അത് നമുക്ക് വി ബുക്കിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിതേ കയറുന്നത് ഇന്ത്യയിലേക്കാണ്. കയറുമ്പോൾ തന്നെ നമ്മുടെ കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സാൻഡൽസിൻ്റെയും നമ്മളുടെ സൽവാർസും അതുപോലെ തന്നെ വെഡ്ഡിങ് സൂട്ട്സിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ. പിന്നെ ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ചേച്ചിയുടെ മുടിയും അവരുടെ ഹെയർ ഓയിലാണ്. എത്രത്തോളം സക്സസ് ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഹെയറിൻ്റെ ഗ്രോത്തൊക്കെ കുറച്ചൊക്കെ ഹെറിഡിറ്ററി ആണല്ലോ, കുറച്ചൊന്നല്ല മെയിൻലി ഹെറിഡിറ്ററി ആണ്. ബാക്കിയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ, അപ്പം ഓയിലൊക്കെ വേണമെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതേ ഒരുപാട് നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളും ഓർണമെൻറ്റ്സും അങ്ങനെ കുറേ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജ്വല്ലറി ബോക്സും സിൽവർ ഐറ്റംസും അതൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മൈസൂരൊക്കെ പോകുമ്പം അവിടെ ഉണ്ടാകുന്ന കുഞ്ഞ് ജ്വല്ലറി ബോക്സൊക്കെ ഉണ്ട്. ഇച്ചിരി റേറ്റൊക്കെ കൂടുതലാണ്. പക്ഷെ നമ്മൾ മൈസൂരിൽ നിന്നൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളിങ്ങനെ നടക്കുന്തോറും റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ പറഞ്ഞ റേറ്റിൽ നിന്നും നല്ലപോലെ കുറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് എക്സാക്ട് റേറ്റ് എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ കുറച്ചിട്ട് ആദ്യം കൂട്ടിയിട്ട് പിന്നെ കുറച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വേണമെന്നുള്ളവർക്ക് വാങ്ങാം കേട്ടോ.
US-ലും യൂറോപ്പിലും ഫിലിപ്പീൻസിലും അങ്ങനെ ഒട്ടുമിക്ക പവലിയനിലും ഞങ്ങളൊന്ന് കയറിയിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. സമയം പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വീക്കെൻഡിലൊക്കെ ഒന്ന് ഇവിടെ വരാനായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു വട്ടെങ്കിലും ഒന്ന് വരാം. ടിക്കറ്റിന് വേർത്താണ്. കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്പ്ലോർ ചെയ്യാനായിട്ടും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റും പോലെ ഒന്ന് വരാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കുറച്ചധികം ആൾക്കാരൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ചാണ് സബ്സ്ക്രൈബൊക്കെ വരുന്നത്. സാരമില്ല, ഇഷ്ടമായിട്ടുണ്ടെങ്കിലല്ലേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി ചെയ്യുമെന്ന് വിചാരിക്കണം നിങ്ങളെല്ലാവരും. അപ്പം ബൈ ബൈ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.